വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നെയ്ച്ചോറും ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ: സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, തക്കാളി, ചിക്കൻ. ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് സവാളയും തക്കാളിയും മഞ്ഞപ്പൊടി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ച ഉള്ളിയും തക്കാളിയും നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞപ്പൊടി, അത് നേരത്തെ ഇട്ടോണ്ടാട്ടോ കുറച്ചിടുന്ന മല്ലിപ്പൊടി എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളെ കറിന്റെ താരമായ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 2 വിസിൽ അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ ഇതിൽ ഉപ്പിടാണ്ട് നിന്നത് നേരത്തെ തക്കാളിയും ഉള്ളിയും വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടോണ്ടാട്ടോ. ഇനി ഉപ്പ് വേണ്ടവർക്ക് ഇനി ഉപ്പിടാട്ടോ. അപ്പം ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പൊ നമ്മള് ചിക്കൻ കടായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ചിക്കൻ കടായിൻ്റെ വീഡിയോ റെസിപ്പി എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതും അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറീൻ്റെയും കൂടെ എല്ലാം കുടിക്കാൻ പറ്റിയ ഒരു മുന്തിരി ജ്യൂസ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഒരു കുക്കർ എടുത്ത് കുക്കർ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, വെള്ളി ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഇന്ന രീതിയിലുള്ള നെയ്ച്ചോറാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുള്ള 1 കിലോ അരിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്ര അരിയാ വേണ്ട അത്രയും ആ പാത്രത്തിൻ്റെ അനുസരിച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് അരി എടുത്തത്. അപ്പം ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോണത്. ഇനി നമുക്ക് ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അരി എടുത്ത പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി നന്നായി കഴുകി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല കേട്ടോ. അപ്പം എല്ലാവരും അത് ഇട്ട് കൊടുക്കണം. നമ്മളൊരു കുഞ്ഞ് തക്കാളി എടുത്തിട്ട് അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ ഇതൊന്ന് നന്നായി ഇളക്കി നമുക്ക് കുക്കർ അടച്ച് ഒറ്റ വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. നമ്മളെ നെയ്ച്ചോറും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കടായിയും ചിക്കൻ കറിയും പപ്പടവും കേബേജ് ഉപ്പേരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത